ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. അതിൽ 2 പടകുള്ളതിനകത്ത് ശീമോന്റെ പടകിനകത്താണ് കർത്താവ് കയറിയത്. ഒത്തിരി നേരം കർത്താവ് വചനവുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് നേരം സംസാരിച്ചു. ഇതെല്ലാം ശീമോൻ കേട്ടോണ്ടിരിക്കുകയാണ്. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. രാത്രി അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ലെന്ന് കർത്താവ് അവരോട് ചോദിച്ചില്ല, പറഞ്ഞില്ല. എന്നാൽ കർത്താവ് ഇങ്ങനെ വചനങ്ങളൊക്കെ കേട്ട് ശീമോൻ ഇങ്ങനെ വല കഴിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവൻ്റെ അടുത്ത് പറയുകയാണ്, നീ ആഴത്തിലോട്ടൊന്ന് വല ഇറക്കുക. ഹല്ലേലൂയ. കർത്താവിന് ഉള്ളറകൾ അറിയുന്നൊരു ദൈവമാണ്. നീ നീറുന്ന വിഷയം തന്നെയായിരുന്നാലും ഭാരപ്പെടുന്ന എന്ത് വിഷയമാണെങ്കിലും കർത്താവിനെ നന്നായിട്ട് അറിയാം. ഇവനെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞു കാണും, അവിടെ ഇടാ, ഇവിടെ ഇടാ, അവിടെ പിടിക്കടാ, അങ്ങോട്ടിടാ, വലയിടുക എന്നൊക്കെ പറഞ്ഞു കാണും. എന്റെ ചിന്തയാണ്. പക്ഷേ അവിടെ എല്ലാം വലയിട്ടിട്ട് ഒന്നും കിട്ടാതിരുന്ന പത്രോസ് വല കഴുകിക്കൊണ്ട് നിരാശനായി. നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങനെ ചെയ്യാം, ഞാൻ ഇങ്ങനെ ചെയ്യാം, നീ കൂടെ നിൽക്കണം, അതാണ് ഇതാണെന്നൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ അങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കും. ജോലിക്കായാലും എന്തിനായാലും അവിടെ CV അയക്കും, ഇവിടെ CV അയക്കും, അവിടെ കിട്ടും, ഇവിടെ കിട്ടും എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കും. ഒന്നും കിട്ടാതെ ആകുമ്പോൾ ഒത്തിരി നിരാശപ്പെടും. ഇവിടെ അതുപോലെ സംഭവിച്ചെന്നാണ് എന്റെ ഭാവനയിൽ വന്നൊരു കാര്യമാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ പത്രോസ് പറയുന്ന ഒരു വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. നിന്റെ വാക്കിന് വലയിറക്കാം. എത്ര പേരുന്ന രാത്രികാലം പറയും ഹല്ലേലൂയ, കർത്താവിന്റെ വാക്കിന് ചെയ്തു. എന്നെ ചിന്തിപ്പിച്ചാണല്ല, നിന്റെ വാക്കിന്. അങ്ങനെ പത്രോസ് പറയണമെങ്കിൽ ആ പടകനകത്തിരുന്ന് സർവശക്തനായ ദൈവം അവരടുത്ത് വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ, ഇവനൊരു പ്രത്യേകതയുണ്ടെന്ന് പത്രോസ് ചിന്തിച്ചു. എന്റെ ഭാവനയിലുള്ള കാര്യമാണ്. ഹല്ലേലൂയ. വല്ലവരും പറയുന്ന കേട്ട് വലയെറിയരുത്. വല്ലവരും പറയുന്ന കേട്ട് ഹല്ലേലൂയ വല എറിയരുത്. സർവശക്തനായ ദൈവത്തിന്റെ വാക്കുകൾക്ക് ഹല്ലേലൂയ ചെവി കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നിന്റെ വല നിറയെ ചെയ്യും, അപ്പുറത്തുള്ളവർക്ക് കൊടുക്കാനും പറ്റും. പക്ഷെ എന്നെ ശക്തമായ വചനം എന്റെ അടുത്ത് കയറി ഇടപെട്ടു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ കർത്താവിന് ചെവി കൊടുക്കുകയാണെങ്കിൽ, വചനത്തിന് ചെവി കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ പറയുന്ന വചനങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കുകയാണെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും. ഹല്ലേലൂയ. ശക്തമായി ഞാൻ പറയുക, ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ ദൈവത്തിന് ചെവി കൊടുത്തപ്പോൾ എന്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ വളരെ വലുതാണ്. ഒത്തിരി തകർന്നവനായി, ഒത്തിരി കരഞ്ഞവനായി, ഒത്തിരി കണ്ണീരൊഴുക്കിയവനായി ഈ പട്ടണത്തിൽ അവിടെ ഇവിടെയൊക്കെ നടന്നപ്പോൾ കർത്താവ് എനിക്ക് ഈ വചനം തന്നെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, വ്യക്തമായി പറയാം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കർത്താവിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം. അവരും പറയുന്നത് കേട്ടെന്നും ആരും ഇളകരുത്. കർത്താവിന്റെ വാക്കിന് ചെവി കൊടുത്തപ്പോൾ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാ പടക് നിറഞ്ഞത്. കൂട്ടുകാർ പറഞ്ഞു അവിടെ ഇടാ, ഇവിടെ ഇടാ, അങ്ങനെ വീശട, ഇങ്ങനെ വീശട എന്നൊക്കെ പറഞ്ഞാലും കർത്താവിന്റെ വാക്കിനാണ് വിലയുള്ളത്. എത്ര പേര് വിശ്വസിക്കുന്നു? അവരുടെ നാമേ പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പോലെ ഒരു അനുഗ്രഹമായിരിക്കണം. കർത്താവിന്റെ വാക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വചനം ശക്തമായത് രാത്രി കലയോടും ദേവദാസന്മാരോട് ഹല്ലേലൂയ ദൈവം ഏൽപ്പിച്ച വചനങ്ങൾ ഇന്നിവിടെ പ്രസ്താവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ ആ വചനത്തിന് മാറ്റം കൊടുക്കണം. ആ വചനം നിങ്ങൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ദൈവം ശക്തമായി എല്ലാവരും ഉപയോഗിക്കണം. വചനത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കണം. എനിക്ക് നിങ്ങൾ മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വചനത്തിന് ഇമ്പോർട്ടൻസ്. ദേവദാസന്മാർ ഇവിടെ ചുമ്മാതല്ല നിന്ന് പറയുന്നത്. ദേവദാസന്മാർ ഇവിടെ നിന്ന് പറയുന്നത് വെറുതെ അല്ല. ആ വചനം നിങ്ങൾ റിസീവ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നു?